ഞാനിപ്പോൾ നിങ്ങളെക്കാട്ടിലും ശമ്പളം വാങ്ങിയാൽ നിങ്ങൾക്ക് എന്നോട് അസൂയ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഞാൻ നിങ്ങളെക്കാട്ടിലും ഫേമസ് ആയി അപ്പോൾ നിങ്ങൾക്ക് അസൂയ ഉണ്ടാവുക? ഫേമസ് ആണല്ലോ എന്നെക്കാട്ടിലും. എന്നോട് എല്ലാവരും അബ്ദുള്ളാൻ്റെ അമ്മേന്നാ ചോദിക്കൽ. അസൂയൊന്നുമില്ല. ഇനി ഇപ്പോൾ നിങ്ങളും ഉപ്പയും നമ്മളെ ഈ വീട് നിങ്ങൾ ഉണ്ടാക്കിയ വീടുണ്ടല്ലോ, ഇതിനേക്കാളും വലിയൊരു വീട് ഞാൻ ഉണ്ടാക്കി, അപ്പം നിങ്ങൾക്ക് അസൂയ ഉണ്ടാവുക? ഇതിനേക്കാളും വലിയ വീട് ഉണ്ടാക്കണമല്ലോ, അതാണ് ഇപ്പം നമ്മളെ പൂതി. അപ്പോൾ ശരിക്ക് ലോകത്ത് നമ്മളോട് അസൂയ എന്ന് പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവാത്ത ഒരു വിഭാഗമുള്ളൂ. ശരിക്കും നമ്മളെ പെണ്ണുങ്ങൾക്ക്, നമ്മളെ സഹോദരന്മാർക്ക്, സുഹൃത്തുക്കൾക്ക്, സഹപ്രവർത്തകർക്ക് ഒക്കെ അസൂയ ഉണ്ടാവും. പക്ഷെ മാതാപിതാക്കൾ, ഉമ്മ ഉപ്പ, ഓൽക്ക് നമ്മളോട് ഒരിക്കലും അസൂയ ഉണ്ടാവില്ല. ഓൽക്ക് മാത്രം നമ്മളോട് ഒരിക്കലും അസൂയ ഉണ്ടാവില്ല, അല്ലേ? അതിന് ഉദാഹരണം ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ. യൂസുഫ് അലൈഹിസ്സലാം വന്നിട്ട് വാപ്പാനോട് പറയണ്ടേ, യാക്കൂബ് അലൈഹിസ്സലാമിനോട്, യാ അബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽഖമറ റഅയ്തുഹും ലീ സാജിദീൻ. എന്താ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലേ? അപ്പോൾ പിന്നെ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും പിന്നെ എൻ്റെ മുന്നിൽ സുജൂദിൽ വീഴുന്നത് ഞാൻ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയണത്. അപ്പോൾ പ്രവാചകനാണ്. അപ്പോൾക്ക് ശരിക്ക് യൂസുഫ് അലൈഹി സ്വലാമിന് അന്ന് അതിൻ്റെ വ്യാഖ്യാനം അറിയില്ല, കാരണം കുട്ടിയാണ്. അപ്പോൾക്ക് ശരിക്കും അറിയാം ഈ മുന്നിൽ നിൽക്കുന്ന കുട്ടി എന്നെക്കാളും വലുതാവാനുള്ളവനാണ്, എന്നെക്കാളും വലിയ നബിയോ, എന്നെക്കാളും വലിയ പ്രവാചകനാവാനുള്ളതാണ്. ഞാനും ഓലെ മുമ്പിൽ സുജൂദ്. അതായത് ഞാനും ഒരാളെ മുന്നിൽ സുജൂദ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അയാൾ എന്നെക്കാളും വലിയവനാവണല്ലോ. അപ്പോൾ വാപ്പാക്ക് അസൂയ ഉണ്ടായില്ലല്ലോ. അതിൽ പിന്നെ ഇതിൽ രസകരം, ഇപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ 11 സഹോദരങ്ങളാണ്. ഈ 11 സഹോദരങ്ങളും ഇവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യും. പിന്നെ സൂര്യനും ചന്ദ്രനും വാപ്പിയും അതായത് ഈ യാക്കൂബ് നബിയും ഭാര്യയും മകൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. ഇത് നല്ല രസമുള്ളൊരു തഫ്സീറിൽ എന്താ വെച്ചാൽ, ഇവിടെ ആരാണ് സൂര്യൻ, ആരാണ് ചന്ദ്രൻ? ആരാ? സാധാരണ നമ്മള് സൂര്യൻ വാപ്പിയും ചന്ദ്രൻ ഉമ്മയെന്നായിരിക്കും. അങ്ങനെയല്ല. എന്നാല് വ്യക്തിബന്ധങ്ങളുടെ കൂട്ടത്തിൽ ശരിക്കും വാപ്പാനെക്കാട്ടിലും സ്ഥാനം ഉമ്മാക്കാം. ഇവിടെ സൂര്യൻ ഉമ്മയാണ്, ചന്ദ്രൻ വാപ്പയാണെന്നുള്ളൊരു തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും പിന്നെ നമ്മളെ വിഷയം, അപ്പോൾ ഞാൻ എൻ്റെ കുട്ടീൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടി വരും. അത്രയും വലിയ മകനാകാൻ പോവാണ്, അത്രയും വലിയ ആളാകാൻ പോവാണ്, അത്രയും വലിയ നബി ആകാൻ പോവാണ്. പക്ഷെ അപ്പോൾ വാപ്പ എന്താ പറഞ്ഞത്? ഞങ്ങളെ പേടിച്ചില്ല. ഉമ്മാനോട് പറഞ്ഞ കുഴപ്പമില്ല, എന്നോടും പറഞ്ഞ കുഴപ്പമില്ല.